അങ്ങനെ ആപ്പിളിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ള iOS 18.3.2 അപ്ഡേറ്റ് ഒഫീഷ്യലി റിലീസ് ചെയ്തേക്കുവാണ്. ഇത് ഐഫോൺ 16 സീരീസിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന 700 MB ആ ഒരു റേഞ്ചിലാണ്. ഡിപ്പെൻഡിങ് ഓൺ ഡിവൈസുകളുടെ മോഡൽ അനുസരിച്ച് ഈ ഒരു അപ്ഡേറ്റ് സൈസിൽ വേരിയേഷൻസ് ഉണ്ടാകാം. ഇനി ഇതിൻ്റെ പ്രീവിയസ് അപ്ഡേറ്റ് ആയിട്ടുള്ള 18.3 അല്ലെങ്കിൽ 18.3.1 അപ്ഡേറ്റോ നിങ്ങൾ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ മിസ്സാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്തിട്ടായിരിക്കും 18.3.2 അപ്ഡേറ്റ് ലഭിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അപ്ഡേറ്റ് സൈസിൽ നിങ്ങൾക്ക് വേരിയേഷൻസ് ഉണ്ടാകാം. ഇനി ഇതിൻ്റെ വേർഷൻ നമ്പർ എന്ന് പറയുന്നത് 22D82 എന്നുള്ളതാണ്. ഇനി ഈ ഒരു അപ്ഡേറ്റിൽ മോഡം ഫേംവെയർ അപ്ഡേറ്റുകളോ ചേഞ്ചസോ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല, അറ്റ്ലീസ്റ്റ് ഇൻ ഐഫോൺ 16 സീരീസ്. ഇനി നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും മോഡലിലോ ഡിവൈസിലോ മോഡം ഫേംവെയർ ചേഞ്ചസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ താഴെ മെൻഷൻ ചെയ്യുക. ഇനി ഈ ഒരു അപ്ഡേറ്റ് ഇതൊരു മൈനർ അപ്ഡേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാനത് അപ്ഡേറ്റ് ചെയ്തത് ഫോണിൽ തന്നെയാണ്, ഐട്യൂൺസ് ഉപയോഗിച്ചല്ല. ഇനി നിങ്ങൾ ചെയ്യുന്ന ടൈമിൽ ആർക്കെങ്കിലും എറർ, അതായത് അൺഎബിൾ ടു ഡൗൺലോഡ് എററോ അല്ലെങ്കിൽ അൺഎബിൾ ടു അപ്ഡേറ്റ് എററോ നിങ്ങൾക്ക് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിവൈസ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് നോക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫോണിൻ്റെ സ്റ്റോറേജ് നിങ്ങൾക്ക് ഉണ്ടോ എന്നും കൂടെ ചെക്ക് ചെയ്യുക. സ്റ്റോറേജ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ ചിലപ്പം സാധിക്കത്തില്ല. അതുകൊണ്ട് സ്റ്റോറേജ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തതിന് ശേഷം അപ്ഡേറ്റ് ചെയ്യുക. ഇതോടൊപ്പം തന്നെ പലതവണ പല വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ഐട്യൂൺസ് ഉപയോഗിച്ച് ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയും അതിലുണ്ടാകുന്ന എറർ വന്നാൽ നിങ്ങൾക്ക് എങ്ങനെ അത് റെക്ടിഫൈ ചെയ്യാമെന്നുള്ളത് ഞാൻ വളരെ വ്യക്തമായിട്ട് പല വീഡിയോസിൽ സംസാരിച്ചിട്ടുള്ളതാണ്. അങ്ങനെയുള്ള വീഡിയോസ് കാണാത്തതുകൊണ്ടോ അല്ലെങ്കിൽ പറയുന്ന ടൈമിൽ ഇവർ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണോ എന്നറിയത്തില്ല, വീണ്ടും ഇതേ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ കമൻറ്റ് ബോക്സിൽ വന്ന് വീണ്ടും ഇതേ കാര്യങ്ങൾ പല ആളുകളും മെൻഷൻ ചെയ്യാറുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാൻ ശ്രമിക്കുക. കാരണം ഐട്യൂൺസിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന ടൈമിൽ ചിലപ്പോൾ എന്തെങ്കിലും എറർ ഉണ്ടാകുവാണെങ്കിൽ നമുക്ക് ഐട്യൂൺസ് അപ്ഡേറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഡിവൈസ് സ്റ്റക്കാവും അല്ലെങ്കിൽ ബ്രിക്ക് ആവും. ആ സമയത്ത് നമ്മൾ പാനിക്കാവേണ്ട ആവശ്യമില്ല. ഡിവൈസിൻ്റെ യൂസർ ഡാറ്റ നഷ്ടപ്പെടത്തില്ല, സോഫ്റ്റ്വെയറിനാണ് എറർ വരുന്നത്. അതുകൊണ്ട് തന്നെ ഡിവൈസ് അൺപ്ലഗ് ചെയ്ത്, അതായത് കേബിൾ ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം ഡിവൈസ് റിക്കവറി മോഡിലേക്ക് അല്ലെങ്കിൽ DFE മോഡിലേക്ക് ആക്കുക. അത് റിക്കവറി മോഡിലേക്ക് ആക്കാൻ വളരെ സിമ്പിളാണ്. ഈ ഒരു വോളിയം റോക്കറും പവർ ബട്ടണും കൂടെ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് ഒരുമിച്ച് പിടിച്ചാൽ മതി, അത് റിക്കവറി മോഡിലേക്ക് പോയിക്കോളും. അങ്ങനെ വീണ്ടും നിങ്ങൾ ഡിവൈസ് ലാപ്പിലോ കമ്പ്യൂട്ടറിലോ റീകണക്ട് ചെയ്തതിന് ശേഷം എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത അതേ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് വീണ്ടും റീസ്റ്റോർ ചെയ്യാനുള്ള പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ അറിയാം, ഇതൊരു ഡബിൾ പോയിന്റ് അപ്ഡേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് സെക്യൂരിറ്റി പാച്ചസും ബഗ് ഫിക്സുകളുമാണ്. സോ അതുകൊണ്ട് തന്നെ 18.3.2 ദിസ് അപ്ഡേറ്റ് പ്രൊവൈഡ് ഇമ്പോർട്ടൻറ്റ് ബഗ് ഫിക്സ്, സെക്യൂരിറ്റി ആൻഡ് അഡ്രസ് ഇഷ്യൂ ദാറ്റ് മേ പ്രിവെൻറ്റ് പ്ലേ ബാക്ക് ഓഫ് സം സ്ട്രീമിംഗ് കണ്ടൻറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. സോ അത് തന്നെയാണ് ആദ്യത്തെ കാര്യം ഇതിൽ പാച്ച് ചെയ്തേക്കുന്നത്. സ്ട്രീമിംഗ് കണ്ടൻറ്റ്സ്, അതായത് നമ്മുടെ യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ് അതുപോലുള്ള പ്ലാറ്റ്ഫോംസിൽ കണ്ടൻറ്റ് സ്ട്രീം ചെയ്യുന്ന ടൈമിൽ ധാരാളം ബഗ്ഗുകൾ പല യൂസേഴ്സും ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു ഇഷ്യൂ ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ പാച്ച് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം നമ്മളുടെ സെക്യൂരിറ്റി പാച്ചാണ്. അത് കൃത്യമായിട്ട് ആപ്പിളിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അവരുടെ സെക്യൂരിറ്റി പേജിൽ പോകുമ്പോൾ നമുക്കവിടെ കാണാം 18.3.2. അതിൽ കൃത്യമായിട്ട് ഒരു CVE എൻട്രിയാണ് ആപ്പിൾ കൊടുത്തിരിക്കുന്നത്. വെബ് കിറ്റ് ബേസ് ചെയ്തിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി പാച്ചാണ്. മാലിക്കുലസ് ക്രാഫ്റ്റ് വെബ് കണ്ടന്റ് മേ ബി ഏബിൾ ടു ബ്രേക്ക് ഔട്ട് വെബ് കണ്ടന്റ് സാൻഡ് ബോക്സ്. This is a supplementary fix for an attack that was blocked in iOS 18.2. Apple is aware of that report. This issue may have been exploited in an extremely sophisticated attack against specific targeted individuals on versions of iOS 18.2. So iOS 18.2ൽ ആപ്പിൾ പാച്ച് ചെയ്ത അതേ വൾനറബിലിറ്റിയാണ് ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ 18.3.2 അപ്ഡേറ്റിൽ പാച്ച് ചെയ്തേക്കുന്നത്. അതാണ് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ അതെന്താണെന്നും അതെങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത് എന്നുള്ളതാണ് ആപ്പിൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. ഇനി ഇതൊരു ഡബിൾ പോയിന്റ് അപ്ഡേറ്റ് ആണെങ്കിൽ കൂടെയും ഇതൊരു മൈനർ അപ്ഡേറ്റ് അല്ല, കാരണം 700 MBക്കകത്ത് വരുന്ന ഒരു അപ്ഡേറ്റ് ആണ്. സോ ഏതെങ്കിലും ഒരു കാര്യം പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ കൊണ്ടുവന്നേക്കുന്ന ഒരു അപ്ഡേറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെ ലാസ്റ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ള 18.3, 18.3.1 അപ്ഡേറ്റുകളിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കിയേക്കുന്ന ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ബഗ് എന്ന് പറയുന്നത് വൈഫൈ ആയിട്ട് ബന്ധപ്പെട്ടാണ്, നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ടാണ്. കാരണം ഇത് ധാരാളം യൂസേഴ്സിന് ഇതേ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഒന്ന്, നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്തേക്കുന്ന ഒരു വൈഫൈ, അതിൻ്റെ റേഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസമാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡിസ്കണക്റ്റ് ആവും. അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും കണക്ട് ചെയ്യാൻ ശ്രമിക്കും, ഇതിങ്ങനെ ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നതല്ലാതെ കുറേ ടൈം ഡിലേ എടുത്തിട്ടാണ് ഇത് കണക്റ്റ് ആണ്. സോ അത് ഞാൻ പല തവണ നോട്ടീസ് ചെയ്തൊരു കാര്യമാണ്. 18.3 അപ്ഡേറ്റിന് ശേഷം ഉണ്ടായിരുന്നു, വൈഫൈ റാൻഡംലി ഡിസ്കണക്റ്റ് ആവുന്നു, കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ടൈമിൽ അത് കണക്റ്റ് ആവുന്നില്ല, ഡിവൈസിന് തോന്നുന്ന ടൈമിലായിരിക്കും കണക്റ്റ് ആവുന്നത്. രണ്ടാമത്തെ കാര്യം നെറ്റ്വർക്കാണ്. മൊബൈൽ ഡാറ്റ അല്ലെങ്കിൽ സെല്ലുലാർ റേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രോബ്ലമാണ്. പല ടൈമുകളിലും ചിലപ്പം ഈ ഒരു റേഞ്ചിൻ്റെ കട്ട കുറയും, ചിലപ്പോൾ ഒരു കട്ടയാവും,
ചില ടൈമുകളിൽ ഇത് സ്റ്റേബിളായിട്ടിരിക്കും. സോ അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്ത് കുറേ നാളായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന അങ്ങനെ ഒരു പ്രോബ്ലം ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലെ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ യൂസേഴ്സ് റിപ്പോർട്ട് ചെയ്തേക്കുന്ന ഒരു ബഗ്, അത് പ്രത്യേകിച്ചും iPhone 16 മോഡൽ ഉപയോഗിക്കുന്ന യൂസേഴ്സാണ് ഇത് റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. ഞാൻ 16 Pro ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇതേ സെയിം ഇഷ്യൂ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി ഞാൻ ആ ടൈമിൽ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് iOS 18.2 ആണോ 18.3 അപ്ഡേറ്റിൻ്റെ വീഡിയോയിൽ ഞാനിത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തതാണ്. അതായത് ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ബ്ലാങ്ക് ആയിട്ടിരിക്കുന്നു, അത് ഫുൾ ബ്ലാക്ക് കളറിലായിരിക്കും ഇരിക്കുന്നത്, നമുക്കൊന്നും കാണാൻ സാധിക്കത്തില്ലായിരിക്കും, കംപ്ലീറ്റ്ലി സ്റ്റക്കായിട്ടിരിക്കുന്നു. പല യൂസേഴ്സിനും പല പ്രോബ്ലംസാണ് ഈ ഒരു ക്യാമറ ആപ്പുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ചിലപ്പം ലെൻസുകൾ സ്വിച്ച് ചെയ്യാൻ സാധിക്കുന്നില്ല, മറ്റു ചില യൂസേഴ്സിന് ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി ഇങ്ങനെ ഡാർക്കായി അല്ലെങ്കിൽ ബ്ലാക്ക് കളറിലിരിക്കുന്നു, അവർക്ക് ഓപ്ഷൻസിലേക്ക് സ്വിച്ച് ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെ പല നിരവധി കംപ്ലയിൻറ്റുകൾ ഇപ്പം നിങ്ങൾ കണ്ടു കാണും. ചില യൂസേഴ്സിന് ഇതുപോലെ ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പം സ്റ്റക്കാവുന്നു. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഞാൻ ഫോട്ടോ ആപ്പിലേക്ക് ഓപ്പൺ ചെയ്ത് വന്നപ്പം അതങ്ങനെ സ്റ്റക്കായിരുന്നു. സോ അങ്ങനെയുള്ളവർ ചെയ്യേണ്ട ഒരു കാര്യം, ഫോൺ ഒന്നെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യുക. റീസ്റ്റാർട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ ഈ വോളിയം റോക്കറിൻ്റെ അപ്പും ഡൗൺ ബട്ടൺ, ഈ രണ്ട് ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വിടുക. അതിനുശേഷം നിങ്ങൾ ഈ പവർ ബട്ടൺ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് മാത്രം മതി നിങ്ങൾക്കിത് റീസ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. എനിവേ അത് നമ്മളുടെ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകുന്നു. അതായത് ഡിവൈസ് ചാർജ് ചെയ്യുന്ന ടൈമിൽ പല യൂസേഴ്സും മെൻഷൻ ചെയ്ത കാര്യമാണ് അവർക്ക് ഡിവൈസ് ഹീറ്റ് ആകുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും ഡിവൈസ് ഹീറ്റാവും. പല കാര്യങ്ങൾ അതിനെ ചുറ്റിപ്പറ്റിയുണ്ട്. ഒന്ന്, ഇപ്പോഴത്തെ ഈ ഒരു ചൂട് എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള ചൂടുണ്ട്. അതുകൊണ്ട് തന്നെ ചാർജ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ഒന്നെങ്കിൽ MFI സർട്ടിഫൈഡ് ആയിട്ടുള്ള കേബിൾ ഉപയോഗിക്കുക. അതോടൊപ്പം അഡാപ്റ്ററും യൂസ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ഒറിജിനൽ അഡാപ്റ്റർ ഉപയോഗിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ MFI സർട്ടിഫൈഡ് ആയിട്ടുള്ള അഡാപ്റ്ററാണ് യൂസ് ചെയ്യുന്നത് ഉറപ്പുവരുത്തുക. അത് കേബിളായാലും അഡാപ്റ്റർ ആയാലും. കാരണം ഇതല്ലാതെ തേർഡ് പാർട്ടി ഏതെങ്കിലും കേബിളോ അഡാപ്റ്ററാണോ യൂസ് ചെയ്യുന്നതെങ്കിൽ ഹീറ്റ് നല്ല രീതിയിൽ ഡിവൈസിലേക്കും ട്രാൻസ്ഫർ ആകും. കാരണം ഹീറ്റിനെ മാനേജ് ചെയ്യുന്ന ചിപ്പ് ഈ ഒരു അഡാപ്റ്ററിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് MFI സർട്ടിഫൈഡ് ആയിട്ടുള്ള അഡാപ്റ്റേഴ്സ് യൂസ് ചെയ്യാൻ പറയുന്നത്. അതിൽ നമുക്ക് ഇതിനെ ഹീറ്റിനെ കൺട്രോൾ ചെയ്യുന്ന സെപ്പറേറ്റ് ചിപ്പ് കൺട്രോളറൊക്കെ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഡിവൈസിന് അധികം പ്രോബ്ലംസ് ഉണ്ടാകത്തില്ല. ചാർജർ ഹീറ്റാവും. ചാർജർ നല്ല രീതിയിൽ ചൂടാകുന്നത് നിങ്ങൾക്ക് തൊട്ട് നോക്കുമ്പോൾ മനസ്സിലാവും. അതുപോലെ തന്നെ ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വരുമ്പം നമുക്ക് ബാറ്ററി ഹെൽത്ത് ഇപ്പം നോക്കാം. 100% തന്നെയാണ്. സൈക്കിൾ കൗണ്ട് എന്ന് പറയുന്നത് 181 ആണ്. പക്ഷേ ഇപ്പോഴും പല ആളുകളും ബാറ്ററി ഹെൽത്ത് ഡ്രോപ്പ് ആകുന്നത്, ഒരു അപ്ഡേറ്റിന് ശേഷം ബാറ്ററി ഹെൽത്ത് ഡ്രോപ്പ് ആകുന്നത് എന്തോ വലിയ തെറ്റായിട്ടുള്ള രീതിയിലാണ് ആളുകൾ ഇപ്പോഴും എടുക്കുന്നത്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബാറ്ററി ഹെൽത്തിനെ അതിൻ്റെ വഴിക്ക് വിടുക. നിങ്ങൾ വാങ്ങിയ ഫോൺ യൂസ് ചെയ്യാനാണ് എന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. അതിന് പകരം ബാറ്ററി ഹെൽത്ത് നോക്കിക്കൊണ്ട് നിന്നിട്ട് ഒരു കാര്യവുമില്ല. ഒരു 2 അല്ലെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ ബാറ്ററി എന്തായാലും നിങ്ങൾ റീപ്ലേസ് ചെയ്യേണ്ടതാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഈ ഒരു ചാർജിങ് നിങ്ങൾക്ക് ബാക്കപ്പ് എങ്ങനെ ലഭിക്കുന്നുണ്ട്. ഫൈനലി ഇതിൻ്റെ പെർഫോമൻസ്, കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ നമ്മൾ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങി. ഇതിൻ്റെ പെർഫോമൻസിനെ പറ്റി നമുക്ക് പറയാറായിട്ടില്ല. കാരണം അത് ഒരു 2 ദിവസം 3 ദിവസമെങ്കിലും ഉപയോഗിച്ചാലേ ഉള്ളൂ നമുക്ക് ഇതിനെപ്പറ്റിയുള്ള ആക്ച്വൽ കാര്യങ്ങൾ സംസാരിക്കാൻ സാധിക്കത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫോളോ വീഡിയോ നമ്മൾ താമസിക്കാതെ ചെയ്യുന്നതായിരിക്കും. സോ ഇതുവരെയുള്ള യൂസേജിൽ ഇതിൻ്റെ പെർഫോമൻസ് വലിയ കുഴപ്പമില്ല. പക്ഷേ ബാറ്ററി എനിക്ക് തോന്നുന്നത് വലിയ കുഴപ്പമില്ല. 95% ആയിരുന്നു ചാർജ് ഉണ്ടായിരുന്നത്, ഇപ്പം 89% ആയി. എനിവേ ഈ ഒരു അപ്ഡേറ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ചെയ്യുക. കാരണം ഇതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, സെക്യൂരിറ്റി വൾനറബിലിറ്റി പാച്ച് ചെയ്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി പാച്ചാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 2, നമ്മളെ സ്ട്രീമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു അപ്ഡേറ്റിൽ ആപ്പിൾ പാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള ബാക്കി ബഗ്ഗുകൾ, അതിൻ്റെ സൊല്യൂഷൻസും അതെന്തായാലും നമ്മൾ ഈ ഒരു ഫോളോ വീഡിയോയിൽ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷമുള്ള എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഫോളോ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ആപ്പിളിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ള 18.3.2 അപ്ഡേറ്റിനെ പറ്റിയുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ആപ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കാൻ നമ്മുടെ ചാനലും ഇൻസ്റ്റാഗ്രാം പേജും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. So once again, this is me, Milan. Catch you guys next video. Until then, peace.